ഒരു പടി കൂടെയും കൊടുത്തു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒരു അധികാര കൈമാറ്റം. എഴുതി പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. സ്തോത്രം. അടുത്ത വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. ആണോ? സന്തോഷം എവിടെ വേണ്ടത്? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വകുപ്പുണ്ട്. എത്ര പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പൗരത്വം നമുക്ക് ലഭിക്കത്തക്കവണ്ണം ഇവിടുത്തെ ജനന രജിസ്റ്ററിൽ നമ്മുടെ പേര് എഴുതപ്പെടും. ബർത്ത് സർട്ടിഫിക്കറ്റ് മരിക്കുന്നവരെ നമ്മുടെ ലോക്കറിനകത്തോ അലമാരിക്കകത്തോ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് വയ്ക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. കാരണം അത് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. അപ്പോ ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷെ എന്ത് ചെയ്യണം? അവസാനത്തോളം സഹിച്ചു നിൽക്കണം. അവസാനത്തോളം, ഒടുവിൽ, ഫൈനലി. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഫൈനലി നമ്മൾ സ്തോത്രം അവസാനത്തോളം പിടിച്ചു നിൽക്കണം. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം സ്തോത്രം, നാം പല കാര്യങ്ങളിലും മടുപ്പ് അനുഭവിക്കുന്നവരാണ്. തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതുമ്പോൾ 1-ാം പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന്. നമ്മൾ നടക്കണം. എങ്ങനെ നടക്കണമെന്നുള്ളത് മനസ്സിലാക്കണം. നടപ്പെന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വേണം നാം ജീവിക്കുവാൻ. പ്രൈസ് ഗോഡ്. ഓരോ ദിവസവും. കാരണം എന്താണ്? സ്തോത്രം. ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ തുടർമാനമായി ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തെ അനുസരിച്ച് നടക്കുക തന്നെ വേണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. ഒടുവിൽ കർത്താവിൽ സന്തോഷിക്കത്തക്കവണ്ണം ഈ കർത്താവ് പ്രവർത്തിക്കും. പ്രൈസ് ഗോഡ്.